ഹലോ, ഇന്ന് നമ്മൾ ട്രീസിലും MRE ട്രീസിലും വരുന്ന കുറച്ച് തിയറംസിൻ്റെ പ്രൂഫാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തിയറത്തിൽ n വേർട്ടീസസ് ഉള്ള ഒരു ട്രീക്കകത്ത് എത്ര എഡ്ജസ് വരും എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ n വേർട്ടീസസ് ഉള്ള ഒരു ട്രീ ഉണ്ട്. ട്രീക്കകത്ത് നമ്പർ ഓഫ് എഡ്ജസ് എത്ര വരും? E ഈസ് ഈക്വൽ ടു n-1. ഇതാണ് നമ്മുടെ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. n വേർട്ടീസസ് ഉള്ള ഒരു ട്രീയിൽ n-1 എഡ്ജസ് ഉണ്ടായിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. പ്രൂഫ് നമ്മൾ ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അതിനു മുന്നേ നമ്മളൊരു അസംഷൻ പറയുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ട്രീനെ നമ്മളെപ്പോഴും റൂട്ടഡ് ട്രീ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി റൂട്ടഡ് ട്രീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു അൺറൂട്ടഡ് ട്രീനെയും നമുക്ക് റൂട്ടഡ് ട്രീ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ട്രീക്കകത്തുള്ള ഏതെങ്കിലും ഒരു വെർട്ടക്സിനെ റൂട്ടായിട്ട് കൺസിഡർ ചെയ്താൽ മതി, അല്ലേ? നമ്മൾ പറഞ്ഞു, ഒരു അൺറൂട്ടഡ് ട്രീക്കകത്തുള്ള ഏതൊരു വെർട്ടക്സിനെയും നമുക്ക് റൂട്ടായിട്ടെടുത്ത് കറസ്പോണ്ടിങ് റൂട്ടഡ് ട്രീ വരയ്ക്കാം. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് ഒരു ട്രീ ആണ്, അൺറൂട്ടഡ് ട്രീ ആണ്. ട്രീനെ നമ്മൾ ഏതെങ്കിലും ഒരു വെർട്ടക്സ് റൂട്ടായിട്ടെടുത്ത് ഒരു റൂട്ടഡ് ട്രീ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ നമ്മൾ പ്രൂഫ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ n=1. n=1 മീൻസ് 1 വേർട്ടക്സ് ഉള്ള ട്രീ. 1 വേർട്ടക്സ് ഉള്ള ട്രീക്ക് ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, എന്താണ്? ഒരൊറ്റ ഐസൊലേറ്റഡ് വേർട്ടക്സ് വരുന്ന കേസ്, അല്ലേ? കാരണം എന്താണ്? നമുക്കറിയാം, ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് ആണ്, അതുപോലെ സിമ്പിൾ സർക്യൂട്ട്സ് ഒന്നുമില്ല. അപ്പം ഇനി ഒരൊറ്റ വെർട്ടക്സ് വെച്ച് നമുക്ക് പോസിബിളായിട്ട് വരയ്ക്കാവുന്ന എഡ്ജ് ഇതുപോലൊരു സെൽഫ് ലൂപ്പാണ്. പക്ഷെ സെൽഫ് ലൂപ്പും മൾട്ടിപ്പിൾ എഡ്ജസൊക്കെ സിമ്പിൾ സർക്യൂട്ട്സ് ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ട്രീയിൽ മൾട്ടിപ്പിൾ എഡ്ജസോ സെൽഫ് ലൂപ്സോ വരില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ n=1 എന്ന് പറയുന്ന ട്രീ എന്താണ്? ഈ ഒരു സിംഗിൾ വെർട്ടക്സ് വരുന്ന ട്രീ ആണ്. ഇതിനകത്ത് എത്ര എഡ്ജസ് ഉണ്ട്? ഒരു എഡ്ജും ഇല്ല. ദാറ്റ് മീൻസ് 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറം ഹോൾഡ് ചെയ്യുന്നില്ല n=1. ദിസ് ഈസ് ഈക്വൽ ടു n-1=1 അല്ലേ? വൺ വെർട്ടക്സ് ഉള്ള ഒരു ട്രീക്കകത്ത് 0 എഡ്ജസ് ആണുള്ളത്. അതായത് നമ്മുടെ തിയറം n=1 ട്രൂ ആണ്. നെക്സ്റ്റ് നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്, ദാറ്റ് ഈസ് വി സേ ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n=k വേർട്ടീസസ്. k വേർട്ടീസസ് ഉള്ള ഒരു ട്രീക്കകത്ത് ഈ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വരുന്നത്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് n=k+1 വേർട്ടീസസ് ഉള്ള k+1 എടുത്തു കഴിഞ്ഞാൽ തിയറം ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് എന്താണ്? തിയറം ഹോൾസ് ഫോർ n=k. ദാറ്റ് മീൻസ് k വേർട്ടീസസ് ഉള്ള ഒരു ട്രീക്കകത്ത് k-1 എഡ്ജസ് എക്സിസ്റ്റ് ചെയ്യും, അല്ലേ? n=k വേർട്ടീസസ്, n=k എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തിയറം ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? k വേർട്ടീസസ് ഉള്ള ഒരു ട്രീക്കകത്ത് k-1 എഡ്ജസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് ദ റിസൾട്ട് ഫോർ n=k+1. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? n=k+1 എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ട്രീക്കകത്ത് നമ്പർ ഓഫ് എഡ്ജസ് എത്ര വരണം? k+1-1 വിച്ച് ഈസ് ഈക്വൽ ടു k. അപ്പോൾ നമ്മൾ k+1 ഉള്ള ഒരു ട്രീ കൺസിഡർ ചെയ്യുകയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു ട്രീക്കകത്ത് k എഡ്ജസ് വരും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ പറഞ്ഞു ഏത് ട്രീനെയും നമുക്കൊരു റൂട്ടഡ് ട്രീ ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ k+1 വേർട്ടീസസ് വരുന്ന, നമ്മൾ കൺസിഡർ ചെയ്യുന്ന k+1 വേർട്ടീസസ് ഉള്ള ട്രീ നമ്മളൊരു റൂട്ടഡ് ട്രീ ആയിട്ട് എടുത്തു. ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് വേർട്ടീസസ് ആണ് നമ്മുടെ ഗ്രാഫ്. ട്രീ ഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ റൂട്ടഡ് ട്രീക്കകത്ത് എന്തായാലും ഒരു ലീഫെങ്കിലും എക്സിസ്റ്റ് ചെയ്യും, അല്ലേ? നമ്മൾ റൂട്ടഡ് ട്രീ ഇങ്ങനെ വരച്ചു, ഇതുപോലെ താഴോട്ട് എഡ്ജസ് വന്നു. ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഫൈനൈറ്റ് ആയിട്ടുള്ള ഏത് n വാല്യൂ ആയിക്കോട്ടെ, ഇവിടെ k+1 ആണ്, k+1 ആയിക്കോട്ടെ, ഗ്രാഫിനകത്ത് ഒരു ലീഫ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. കാരണം എന്താണ്? ഈ എൻഡിങ് പോയിന്റ്സിൽ വരുന്ന വേർട്ടീസസ് ഒക്കെ എന്താണ്? ലീഫാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ലീഫ് എന്തായാലും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലീഫ്, ഏതെങ്കിലും ഒരു ലീഫ് എന്നുള്ളത് നമ്മൾ യു എന്നെടുത്തു. അതായത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലീഫിനെ നമ്മൾ യു എന്ന് വിളിച്ചു. അപ്പോൾ യുടെ പാരൻറ്റ് ഉണ്ടായിരിക്കും, ഡെഫിനറ്റ്ലി പാരൻറ്റ് എക്സിസ്റ്റ് ചെയ്യും. യുടെ പാരൻറ്റ് നമ്മൾ w എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ UW എന്ന് പറയുന്ന ഒരു എഡ്ജ് നമ്മുടെ ട്രീക്കകത്ത് എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ എന്താ എടുത്തത്? k+1 വേർട്ടീസസ് ഉള്ള ഒരു ട്രീ എടുത്തു. ട്രീനെ നമ്മളൊരു റൂട്ടഡ് ട്രീ ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ട്രീക്കകത്ത് അറ്റ്ലീസ്റ്റ് ഒരു
ലീഫെങ്കിലും എക്സിസ്റ്റ് ചെയ്യും. ഒരു ലീഫിന് മേ ബി മോർ ദാൻ വൺ ലീഫ് പോസിബിൾ ആണ്. നമ്മൾ ഒരു ലീഫ് കൺസിഡർ ചെയ്തു. ആ ലീഫ് ലെറ്റ് ഇറ്റ് ബി യു, ദെൻ ഡബ്ല്യു ബി ദ പാരൻറ്റ് ഓഫ് യു, ദെൻ ദർ എക്സിസ്റ്റ് ദ എഡ്ജ് യു ഡബ്ല്യു. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ ഗ്രാഫിനകത്ത് ആക്ച്വലി എത്ര വേർട്ടീസസ് ഉണ്ട്? k+1 വേർട്ടീസസ്. നമ്മൾ ഈ യു ഡബ്ല്യു എന്ന് പറയുന്ന എഡ്ജ് ഗ്രാഫിനകത്ത് നിന്ന്, നമ്മുടെ ട്രീക്കകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് യു എന്ന് പറയുന്ന വെർട്ടക്സ് ഡിലീറ്റ് ചെയ്തു, അതുപോലെ ഈ ഒരു എഡ്ജും ഡിലീറ്റ് ചെയ്തു. അതായത് ഒരു വെർട്ടക്സും ഡിലീറ്റ് ചെയ്തു, ഒരു എഡ്ജും ഡിലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ റിമൈനിങ് ഗ്രാഫിൽ എത്ര എഡ്ജസ് ഉണ്ട്, എത്ര വേർട്ടീസസ് ഉണ്ടായിരിക്കും? k വേർട്ടീസസ് അല്ലേ? നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്? ഒരു യു എന്ന് പറയുന്ന വെർട്ടക്സും ഡിലീറ്റ് ചെയ്തു, അതിൻ്റെ ഇൻസിഡൻ്റ് ആയിട്ട് വന്നിട്ടുള്ള എഡ്ജും ഡിലീറ്റ് ചെയ്തു. ഒരു വെർട്ടക്സും ഡിലീറ്റ് ചെയ്തു, ഒരു എഡ്ജും ഡിലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ഗ്രാഫിൽ എത്ര വേർട്ടീസസ് ഉണ്ടായിരിക്കും? k ആയിരിക്കും. ഇനി നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പറയുന്നത് എന്താണ്? k വേർട്ടീസസ് ഉള്ള ട്രീ ആണെങ്കിൽ k-1 എഡ്ജസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മളിവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു എഡ്ജിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മുടെ കയ്യിൽ ഇത് ഒരു ട്രീ ആണ്. ഈ ട്രീക്കകത്ത് നിന്ന് നമ്മൾ ഒരു എഡ്ജിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് റിമൈൻ ചെയ്യുന്ന ഗ്രാഫ് എഗെയിൻ ഒരു ട്രീ ആയിരിക്കും. കാരണം ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുകയോ അല്ലെങ്കിൽ ഗ്രാഫിൽ പുതിയ സർക്യൂട്ട് ഫോം ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. സ്റ്റിൽ ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ ഗ്രാഫിൽ സിമ്പിൾ സർക്യൂട്ട്സ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദാറ്റ് മീൻസ് ദ റിമൈനിങ് ഗ്രാഫ് ഈസ് എ ട്രീ ആൻഡ് ഇറ്റ് ഈസ് എ ട്രീ വിത്ത് k വേർട്ടീസസ്. അങ്ങനെയാണെങ്കിൽ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റിമൈൻ ചെയ്യുന്ന ഗ്രാഫിനകത്ത് k-1 എഡ്ജസ് ഉണ്ടായിരിക്കും അല്ലേ? കാരണം എന്താണ്? ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പറയുന്നത് എന്താണ്? k വേർട്ടീസസ് ഉള്ള ട്രീ ആണെങ്കിൽ ട്രീക്കകത്ത് k-1 എഡ്ജസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഗ്രാഫിനകത്ത് k-1 എഡ്ജസ് ഉണ്ടായിരിക്കും. നമ്മൾ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഉണ്ടായിരുന്ന ഗ്രാഫിനകത്ത് എത്ര എഡ്ജസ് ഉണ്ടായിരിക്കും? k എഡ്ജസ് ഉണ്ടായിരിക്കും. ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിനകത്ത് k-1 എഡ്ജസ് ഉണ്ട് ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ k+1 വേർട്ടീസസ് ഉള്ള ഗ്രാഫിനകത്ത് എത്ര എഡ്ജസ് ഉണ്ടായിരിക്കും? k എഡ്ജസ്. കാരണം ഒരൊറ്റ എഡ്ജ് ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഗ്രാഫിൽ k എഡ്ജസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് അവർ ഒറിജിനൽ ഗ്രാഫ് മീൻസ് k+1 വേർട്ടീസസ് ഉള്ള ഗ്രാഫ്. അപ്പം നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? k+1 വേർട്ടീസസ് ഉള്ള ഗ്രാഫിനകത്ത് k എഡ്ജസ് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ തിയറം ഹോൾസ് ഫോർ n = k+1 ആൾസോ. Then we can say that by mathematical induction the theorem holds for all natural numbers n. That means a tree with n vertices always contains n-1 edges. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണിത്. അതായത് n വേർട്ടീസസ് ഉള്ള ഒരു ട്രീ ആണെങ്കിൽ ആ ട്രീക്കകത്ത് എപ്പോഴും എത്ര എഡ്ജസ് ഉണ്ടായിരിക്കും? n-1 എഡ്ജസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, നമ്മൾ ജനറലി n വേർട്ടീസസ് ഉള്ള ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് G കൺസിഡർ ചെയ്യാണ്. n വേർട്ടീസസ് ഉള്ള ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് G കൺസിഡർ ചെയ്യുന്നു. ദെൻ നമ്മൾ G എന്ന് പറയുന്ന ഗ്രാഫിനെ റിഗാർഡ് ചെയ്യുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാൻ പോവുകയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, G ഈസ് കണക്റ്റഡ്, G ഹാസ് നോ സിമ്പിൾ സർക്യൂട്ട്സ്, G ഹാസ് n-1 എഡ്ജസ്. നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാണ്. ഫസ്റ്റ്, G ഈസ് കണക്റ്റഡ്. സെക്കൻഡ്, G ഹാസ് നോ സിമ്പിൾ സർക്യൂട്ട്സ്. തേർഡ് വൺ, G ഹാസ് n-1 എഡ്ജസ്. ഇനി നമ്മൾ പറയുന്നത് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതെങ്കിലും 2 എണ്ണം G എന്ന് പറയുന്ന ഈ ഗ്രാഫിന്, n വേർട്ടീസസ് ഉള്ള G എന്ന് പറയുന്ന അൺഡയറക്റ്റഡ് ഗ്രാഫിന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ ട്രീ ആ ഗ്രാഫ് ഓട്ടോമാറ്റിക്കലി ഒരു ട്രീ ആയിരിക്കും. അതായത് n വേർട്ടീസസ് ഉള്ള ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ട്രീ ഇതിൽ ഏതെങ്കിലും 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന ഗ്രാഫാണെങ്കിൽ ആ ഗ്രാഫ് ട്രീ ആയിരിക്കും. അതായത് ഒന്നില്ലെങ്കിൽ n വേർട്ടീസസ് ഉള്ള അൺഡയറക്റ്റഡ് ഗ്രാഫാണ്, കണക്റ്റഡ് ആണ്, സിമ്പിൾ സർക്യൂട്ട്സ് ഇല്ല. ഓൾറെഡി അത് ട്രീയുടെ ഡെഫിനേഷനാണ്, അപ്പോൾ ഒന്നും പറയാനില്ല. നെക്സ്റ്റ്, കണക്റ്റഡ് ആണ്, n-1 എഡ്ജസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും G ഒരു ട്രീ ആയിരിക്കും. അതായത് n വേർട്ടീസസ് ഉള്ള ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് തന്നിട്ടുണ്ട്, അവിടെ G കണക്റ്റഡ് ആണെന്നും പ്ലസ് Gക്ക് n-1 എഡ്ജസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് G ഈസ് എ ട്രീ. ഇനി അതേപോലെ ഓൾറെഡി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയുന്നതാണ്. ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ്
G is connected and has no simple circuits. This also gives G is a tree. ഇത് നമുക്ക് അറിയുന്ന ഡെഫിനേഷൻ ആണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കണക്റ്റഡ് ആണ് പ്ലസ് n-1 എഡ്ജസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗ്രാഫ് എന്തായിരിക്കും? ട്രീ ആയിരിക്കും. ഇനി അതുപോലെ ഗ്രാഫിൽ സിമ്പിൾ സർക്യൂട്ട്സ് ഒന്നുമില്ല, നോ സിമ്പിൾ സർക്യൂട്ട്സ് പ്ലസ് n-1 edges, which also implies the given tree with the n vertices, given graph with the n vertices is a tree. അതായത് നമ്മുടെ കയ്യിൽ n vertices ഉള്ള ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഈ ഗ്രാഫിനകത്ത് നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഗ്രാഫ് ട്രീ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എം-അറേ ട്രീസിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് തിയറംസ് ആണ് പറയുന്നത്. നമ്മൾ എം-അറേ ട്രീ എന്താണ്, കംപ്ലീറ്റ് എം-അറേ, അതുപോലെ ഫുൾ എം-അറേ, ബാലൻസ്ഡ് എം-അറേ ട്രീസ്, ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻസ് പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം തിയറത്തിലോട്ട് വരാൻ. കാരണം എന്താണ് എം-അറേ ട്രീ അല്ലെങ്കിൽ ബാലൻസ്ഡ് എം-അറേ ട്രീ എന്ന് അറിഞ്ഞാലേ നമുക്ക് തിയറത്തിൻ്റെ പ്രൂഫ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്ന തിയറം, എ ഫുൾ എം-അറേ ട്രീ വിത്ത് I internal vertices contains n equal to mi plus 1 vertices. നമുക്ക് ഫുൾ എം-അറേ ട്രീ എന്താണെന്നറിയാം. ഏതൊരു ഇൻറ്റേർണൽ വേർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും എക്സാക്ട്ലി m ചിൽഡ്രൻ എക്സിസ്റ്റ് ചെയ്യുന്ന എം-അറേ ട്രീസിനെയാണ് നമ്മൾ ഫുൾ എം-അറേ ട്രീ എന്ന് പറയുന്നത്. ഏത് ഇൻറ്റേർണൽ വേർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും ഇൻറ്റേർണൽ വേർട്ടക്സിന് എക്സാക്ട്ലി m ചിൽഡ്രൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫാണ് ഫുൾ എം-അറേ ട്രീസ്. ഇനി ഇങ്ങനെ ഒരു ഫുൾ എം-അറേ ട്രീ നമ്മൾ കൺസിഡർ ചെയ്തു. നമ്മുടെ കയ്യിലൊരു ഫുൾ എം-അറേ ട്രീ ഉണ്ട്, ഹാവിങ് I internal vertices. I internal vertices ഉള്ള ഒരു എം-അറേ ട്രീ നമ്മൾ കൺസിഡർ ചെയ്തു. Then the number of vertices in the corresponding tree is given by the equation n equal to mi plus 1. സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിലുള്ളത് ഒരു ഫുൾ എം-അറേ ട്രീ ആണ്, ഹാവിങ് I internal vertices. Then the theorem states that the number of vertices n in the graph is given by mi plus 1. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്കൊരു ട്രീ ഉണ്ട്, ഒരു റൂട്ടഡ് ട്രീ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. എ ആണ് റൂട്ട്, ദെൻ റൂട്ടിൽ നിന്ന് വരുന്ന എഡ്ജസ്, ചൈൽഡ് എഡ്ജസ്, ഇൻറ്റേർണൽ വേർട്ടീസസ് ഒക്കെ നമ്മൾ ഇതുപോലെ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, നമ്മൾ ഏതൊരു ഇൻറ്റേർണൽ വേർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും എക്സെപ്റ്റ് റൂട്ട് ഒഴികെയുള്ള ഇൻറ്റേർണൽ വെർട്ടക്സ് എന്നല്ല, റൂട്ട് ഒഴികെയുള്ള ഏതൊരു വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും ആ വെർട്ടക്സ് ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ ചൈൽഡായിട്ട് വരും, അല്ലേ? അത് നമുക്ക് ക്ലിയർ ആണ്. റൂട്ട് ഒഴികെ നമ്മൾ ഗ്രാഫിനകത്ത് ഏതൊരു വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും ആ വെർട്ടക്സ് ഏതെങ്കിലും ഒക്കെ പാരൻറ്റിൻ്റെ ചൈൽഡാണ്. അപ്പോൾ നമ്മൾ ഈ വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെർട്ടക്സിൻ്റെ ചൈൽഡായിട്ട് വരും. ഈ വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചൈൽഡ് ഓഫ് ദിസ് വെർട്ടക്സ്. ഇനി ഈ വെർട്ടക്സ് ആണെങ്കിൽ എയുടെ ചൈൽഡാണ്. എക്ക് പക്ഷെ നമുക്ക് പാരൻ്റ് ഒന്നും പറയാൻ പറ്റില്ല, കാരണം എന്താണ്, എ ആണ് റൂട്ടായിട്ട് വരുന്നത്. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എ റൂട്ട് ഒഴികെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ വേർട്ടീസസും ഏതെങ്കിലും ഒക്കെ പാരൻറ്റിൻ്റെ ചൈൽഡായിരിക്കും. ഒരു റൂട്ടഡ് ട്രീക്കകത്ത് റൂട്ട് ഒഴികെ ബാക്കി ഏതൊരു വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും ആ വെർട്ടക്സ് ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ ചൈൽഡായിട്ട് വരും. അതായത് ഇനി നമ്മൾ നോക്കാം, നമ്മളിപ്പോൾ ഫുൾ എം-അറേ ട്രീ ആണ് എടുത്തത്. I ഇൻറ്റേർണൽ വേർട്ടീസസ് ഉണ്ട്. അപ്പോൾ ഒരു ഇൻറ്റേർണൽ വെർട്ടക്സിന് m ചിൽഡ്രൻ ഉണ്ടായിരിക്കും. അതല്ലേ നമ്മൾ ഫുൾ എം-അറേ ട്രീ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഏതൊരു ഇൻറ്റേർണൽ വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും ഇൻറ്റേർണൽ വെർട്ടക്സിന് എക്സാക്ട്ലി m ചിൽഡ്രൻ എക്സിസ്റ്റ് ചെയ്യും. നമ്മുടെ കയ്യിൽ എത്ര ഇൻറ്റേർണൽ വേർട്ടീസസ് ഉണ്ട്? I ഇൻറ്റേർണൽ വേർട്ടീസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ത് വരും? I ഇൻറ്റു m, ദാറ്റ് ഈസ് ഈക്വൽ ടു mi. അതായത് ഒരു ഇൻറ്റേർണൽ വെർട്ടക്സിന് m ചിൽഡ്രൻ, അങ്ങനെ എത്ര ഇൻറ്റേർണൽ വേർട്ടീസസ് ഉണ്ട്? I ഇൻറ്റേർണൽ വേർട്ടീസസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രീക്കകത്ത് ടോട്ടൽ എത്ര ചിൽഡ്രൻ എക്സിസ്റ്റ് ചെയ്യും? mi ചിൽഡ്രൻ എക്സിസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു, നമ്മുടെ ഗ്രാഫിനകത്ത് ഏതൊരു വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും എക്സെപ്റ്റ് റൂട്ട് ഏതൊരു വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും അത് ഏതെങ്കിലും ഒക്കെ പാരൻറ്റിൻ്റെ ചൈൽഡാണ്. അപ്പോൾ റൂട്ട് ഒഴികെയിട്ടുള്ള എല്ലാ വേർട്ടീസസും ഈ mi എന്ന് പറയുന്ന നമ്പറിനകത്ത് വരും, അല്ലേ? ഗ്രാഫിനകത്ത് ടോട്ടൽ mi ചിൽഡ്രൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ mi ചിൽഡ്രനും
നമ്മുടെ ഗ്രാഫിലെ റൂട്ട് ഒഴികെയുള്ള എല്ലാ വേർട്ടീസസിനെയും കംപ്രൈസ് ചെയ്യുന്നതായിരിക്കും. റൂട്ട് ഒഴികെയുള്ള എല്ലാ വേർട്ടീസസും നമുക്ക് MI എന്ന് കിട്ടും. ഇനി റൂട്ട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസ് എത്ര വരും? MI+1. ഇത്രയേ ഉള്ളൂ പ്രൂഫ്. That is, a full M-array tree having I internal vertices contains MI+1 vertices. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് തിയറത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോളുള്ള ഇക്വേഷനാണിത്. ഇനി നെക്സ്റ്റ് തിയറം നോക്കാം. നെക്സ്റ്റ് തിയറം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം, അതല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചോദിക്കാം. തിയറത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ നമ്മളൊരു ഫുൾ M-array ട്രീ എടുത്തു. ഫുൾ M-array ട്രീ നമ്മുടെ കയ്യിലുണ്ട്. ട്രീക്കകത്ത് ഇൻറ്റേർണൽ വേർട്ടീസസിൻ്റെ നമ്പർ ഓഫ് ഇൻറ്റേർണൽ വേർട്ടീസസിനെ നമ്മൾ I എന്ന് ഡിനോട്ട് ചെയ്തു. നമ്പർ ഓഫ് ലീവ്സിനെ L എന്ന് ഡിനോട്ട് ചെയ്തു. നമ്പർ ഓഫ് വേർട്ടീസസിനെ N എന്ന് ഡിനോട്ട് ചെയ്തു. ദെൻ നമുക്ക് തിയറത്തിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഈ ഒരു 3 ക്വാണ്ടിറ്റീസിൽ ഏതെങ്കിലും ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 2 ടേംസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് I കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് L-ഉം N-ഉം കണ്ടുപിടിക്കാം. L കിട്ടിയിട്ടുണ്ടെങ്കിൽ I-യും N-ഉം കാണാം. N ഉണ്ടെങ്കിൽ നമുക്ക് I-യും L-ഉം കാണാം. ഇതിനുള്ള കറസ്പോണ്ടിങ് ഇക്വേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രൂഫ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 2 ഇക്വേഷൻസ് നമുക്കറിയണം. പ്രൂഫിൽ യൂസ് ചെയ്യുന്ന 2 ഇക്വേഷൻസ് ആണ്. ഒന്ന് നമ്മളിപ്പോൾ പ്രീവിയസ് തിയറത്തിൽ പ്രൂവ് ചെയ്തത്, അതായത് ഒരു ഫുൾ M-array ട്രീ വിത്ത് I ഇൻറ്റേർണൽ വേർട്ടീസസ് കണ്ടെയ്ൻസ് MI+1 വേർട്ടീസസ്. അതുപോലെ N-ന് നമുക്ക് എഴുതാൻ പറ്റുന്ന വേറൊരു ഇക്വേഷനാണ് N = L+I. അതായത് നമ്മൾ ഏതൊരു റൂട്ടഡ് ട്രീ എടുത്തു കഴിഞ്ഞാലും റൂട്ടഡ് ട്രീയിലെ ഏതൊരു വെർട്ടെക്സും ഒന്നില്ലെങ്കിൽ ഒരു ലീഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ വെർട്ടെക്സ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻറ്റേർണൽ വെർട്ടെക്സ് ആണ്, ഇത് ഇൻറ്റേർണൽ വെർട്ടെക്സ് ആണ്, ഇത് ഇൻറ്റേർണൽ വെർട്ടെക്സ് ആണ്, ഇതൊക്കെ ഇൻറ്റേർണൽ വെർട്ടെക്സ് ആണ്. ബാക്കി 3ഉം എന്ത് വരും? ചൈൽഡായിട്ട് വരും. ഈ 3 ചൈൽഡായിട്ട് വരും. അതായത് നമ്മൾ ഗ്രാഫിനകത്ത് ഒരു റൂട്ടഡ് ട്രീക്കകത്ത് ഏതൊരു വെർട്ടെക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതൊന്നില്ലെങ്കിൽ ലീഫായിരിക്കും, അതല്ലെങ്കിൽ ഇൻറ്റേർണൽ വെർട്ടെക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസിന് നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ലീവ്സ് പ്ലസ് നമ്പർ ഓഫ് ഇൻറ്റേർണൽ വേർട്ടീസസ്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഈ 2 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തിയറത്തിലെ ബാക്കിയുള്ള എല്ലാ ഇക്വേഷൻസും പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 3 പാർട്ടായിട്ടാണ് തിയറം. ഫസ്റ്റ് നോക്കാം, നമ്മുടെ കയ്യിലുള്ളത് ഫുൾ M-array ട്രീ ആണ്. ദെൻ നമ്മുടെ കയ്യിൽ I, N, L എന്ന് പറയുന്ന 3 ടേംസ് ഉണ്ട്. ഡിനോട്ട് ചെയ്യുന്നത് I ഇൻറ്റേർണൽ വേർട്ടീസസിൻ്റെ നമ്പർ, N ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസ്, അതുപോലെ L ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ്. ആൾസോ we have 2 equations, N = MI+1 and N = L+L. ഇനി തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് നമ്മുടെ കയ്യിൽ നമുക്ക് നമ്പർ ഓഫ് വേർട്ടീസ് ഫസ്റ്റ് N എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ കയ്യിൽ ഫുൾ M-array ട്രീ ഉണ്ട്. ദെൻ N-ൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പം M-ഉം അറിയാം, N-ഉം അറിയാം. Then we have to express I and L in terms of M and N. I, L ഈ 2 ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് വേണ്ടത് ഇൻ ടേംസ് ഓഫ് M and N. അപ്പോൾ ഫസ്റ്റ് നോക്കാം, നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട് N = MI+1. ഈ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ MI = N-1 and I = N-1/M. ദെൻ നമുക്ക് M-ഉം N-ഉം അറിയാമെങ്കിൽ I കാണാനുള്ള ഇക്വേഷൻ എന്ത് കിട്ടും? I = N-1/M. അപ്പോൾ ഫുൾ M-array ട്രീ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വേർട്ടീസസ് അറിയാം. അങ്ങനെയാണെങ്കിൽ I കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി അതുപോലെ L കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതിന് നമ്മൾ ഇവിടുത്തെ സെക്കൻഡ് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. N = L+I. ദെൻ L becomes N-I. ഐക്കുള്ള ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? N-1/M. ദെൻ ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു M(n-n+1) divided by M. That is equal to M-1 into n+1/M. അപ്പോൾ നമുക്ക് ഫുൾ M-array ട്രീ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വേർട്ടീസസ് അറിയെങ്കിൽ L കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമ്മൾ കണ്ടുപിടിച്ചു.
ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് അറിയുന്ന രണ്ട് ഇക്വേഷൻസിനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ട എമ്മും എന്നും ആണ് അറിയുന്നതെങ്കിൽ എമ്മിൻ്റെയും എന്നിൻ്റെയും ടേംസിൽ കണ്ടുപിടിക്കുക. അത്രയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് ഇതേപോലെ അവിടെ നമുക്ക് എന്നല്ല അറിയുന്നത്, നമുക്ക് ഗിവൺ ടേം ഫുൾ എമ്മറേറ്ററി തന്നിട്ടുണ്ട്, പ്ലസ് അഡീഷണൽ നമുക്ക് തന്നിട്ടുള്ളത് ഇൻറ്റേർണൽ വേർട്ടീസസിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. ഫുൾ എമ്മറേറ്ററി തന്നിട്ടുണ്ട്, ആ ട്രീക്കകത്ത് എത്ര ഇൻറ്റേർണൽ വേർട്ടീസസ് വരുന്നുണ്ടെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് എൻ ആൻഡ് എൽ ഇൻ ടേംസ് ഓഫ് എം ആൻഡ് ഐ. ഇപ്പം നമുക്കറിയുന്നത് ഫുൾ എമ്മറേറ്ററി ആണ്, എം അറിയാം, ഐ തന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് എൻ ആൻഡ് എൽ ഇൻ ടേംസ് ഓഫ് എം ആൻഡ് ഐ. ഇവിടെ നോക്കുക, ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് എം ആൻഡ് ഐ. ഓൾറെഡി ഇതിനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പ്രീവിയസ് തിയറത്തിൽ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ പ്രീവിയസ് തിയറം എഴുതണം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്തിട്ടുള്ള പോർഷനിൽ അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എക്സാമിന് ചോദിക്കുന്ന ടൈമിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ പോരാ, പ്രീവിയസ് തിയറത്തിൻ്റെ പ്രൂഫ് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ n = mi+1 എന്ന പ്രീവിയസ് തിയറത്തിൽ നിന്ന് കിട്ടി. ഇനി എല്ലിൻ്റെ ഇക്വേഷൻ വേണം ഇൻ ടേംസ് ഓഫ് എം ആൻഡ് ഐ. അഗെയിൻ നമ്മൾ ഈ ഇക്വേഷൻ എടുത്തു. n = l + i. ദെൻ l = n - i. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം mi+1. ദെൻ mi+1 - i ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഉള്ള ടേംസിനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ m-1i+1. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എൽ ഇൻ ടേംസ് ഓഫ് എം ആൻഡ് ഐ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടും നമ്മൾ പ്രൂവ് ചെയ്തു. ഇതിൽ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. യു ഷുഡ് റൈറ്റ് ദ പ്രൂഫ് ഓഫ് ഫസ്റ്റ് പ്രീവിയസ് തിയറത്തിൻ്റെ പ്രൂഫ് എഴുതണം. ഈ ഇക്വേഷൻ നമുക്കറിയാമെന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ പ്രീവിയസ് തിയറത്തിൻ്റെ പ്രൂഫാണ് എഴുതേണ്ടത്. പിന്നെ ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൽ നമുക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് തേർഡ് പാർട്ടിൽ എന്താണ്? എഗെയിൻ ഇവിടെ നമുക്കറിയാവുന്നത് ഫുൾ എമ്മറേറ്ററി തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് തന്നിട്ടുള്ളത് എൽ എന്താണെന്ന് തന്നിട്ടുണ്ട്, എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്. Now we have to find n and i in terms of m and l. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് നമ്മൾ n കണ്ടുപിടിക്കാൻ പോവുകയാണ്. n = mi+1. Also we know that n = l + i. ഇവിടെ നിന്ന് നമുക്ക് i = n - l എന്ന് എഴുതാമല്ലോ. n = l + i implies i = n - l. ദെൻ ഇവിടെ നമ്മൾ ഐയുടെ പ്ലേസിൽ n - l കൊടുക്കുന്നു. n - l + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു mn - ml + 1. നമുക്ക് വേണ്ടത് എന്നിൻ്റെ ഇക്വേഷൻ ആണ് ഇൻ ടേംസ് ഓഫ് എം ആൻഡ് എൽ. അപ്പോൾ നമുക്ക് കിട്ടിയത് n = mn - ml + 1. ദെൻ വി റൈറ്റ് ഈ രണ്ട് ടേംസിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് എടുക്കുന്നു, എന്നിനെ റൈറ്റിലോട്ടും എടുക്കുന്നു. ദെൻ ഇക്വേഷൻ ബിക്കംസ് ml - 1 = mn - n. That is ml - 1 is equal to n into m - 1. That is n is equal to ml - 1 divided by m - 1. Then we get n in terms of equation for n in terms of l and m. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇക്വേഷനും ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ ഐക്ക് സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഐയുടെ ഇക്വേഷനാണ് ഇൻ ടേംസ് ഓഫ് എം ആൻഡ് എൽ. ഇപ്പം നമ്മൾ ഇതേപോലെ നമുക്ക് n = mi+1 എന്നുള്ള ഇക്വേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഇവിടെ നമ്മൾ എന്നിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? l + i വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ബിക്കോസ് വി നോ ദാറ്റ് n = l + i.
This is equal to mi plus 1. Then which implies L minus 1 is equal to mi minus 1. അതായത് ഐനെ നമ്മൾ റൈറ്റിലോട്ട് എടുത്തു, 1നെ ലെഫ്റ്റിലോട്ട് എടുത്തു. വിച്ച് ഇംപ്ലൈസ് L minus 1 is equal to I into m minus 1. Which implies I is equal to L minus 1 by m minus 1. ഇപ്പോൾ നമുക്ക് ഐക്കുള്ള ഇക്വേഷൻ കിട്ടി ഇൻ ടേംസ് ഓഫ് m and L. അപ്പോൾ ബേസിക്കലി ഈ രണ്ട് ഇക്വേഷൻസ് അറിയാം. ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു സ്റ്റെപ്പിൽ മാത്രമാണ് നമുക്ക് കുറച്ച് ലെങ്തി പ്രൂഫ് വരുന്നത്, അതായത് ആ പ്രീവിയസ് തിയറം യൂസ് ചെയ്യേണ്ടടുത്ത്. ബാക്കിയെല്ലാം എളുപ്പമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫുൾ MRA ട്രീ തരും, ഒന്നില്ലെങ്കിൽ എന്നോ അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ എൽ തരും. എന്നിട്ട് ബാക്കി രണ്ട് റിമൈനിങ് ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പറയും, അതല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഒരു അപ്ലിക്കേഷൻ പോലെ തന്നിട്ട് അവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്നും എല്ലും ഐയും എന്ത് ഡിനോട്ട് ചെയ്യുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ how many vertices does a full 5 array tree, that is m is equal to 5 with 100 internal vertices have, that is I is given 100. We have to find number of vertices n. നമുക്കറിയാം ഏതാണ് ഇക്വേഷൻ, n ഈക്വൽ ടു mi പ്ലസ് 1. ദെൻ m അറിയാം, i അറിയാം, n ബിക്കംസ് 5 not 1. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയണം. നമ്മൾ പ്രൂവ് ചെയ്ത പ്രൂഫ് എഴുതാനും അറിയണം, ആ ഇക്വേഷൻസും അറിയണം. നെക്സ്റ്റ് അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. How many edges does a full binary tree? Binary tree means 2 array tree, that is m is equal to 2. Binary tree with 100 internal vertices. Again I is given as 1000. We have to find number of edges. നമ്പർ ഓഫ് എഡ്ജസ് കാണാൻ നമ്മൾ എന്തെങ്കിലും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് പക്ഷേ നമുക്ക് നമ്പർ ഓഫ് വേർട്ടീസസ് കാണാൻ അറിയാം. n ഈസ് ഈക്വൽ ടു mi പ്ലസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 1000 പ്ലസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2000. ഇത് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? ട്രീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. n വേർട്ടീസസ് ഉള്ള ഒരു ട്രീക്കകത്ത് എത്ര എഡ്ജസ് ഉണ്ടായിരിക്കും? n മൈനസ് 1 എഡ്ജസ്. ദെൻ റിക്വയർഡ് നമ്പർ ഓഫ് എഡ്ജസ് ബിക്കംസ് 2001 minus here 2001 അല്ലേ, 2000 plus 1, 2001 minus 1, that is equal to 2000. അപ്പം ഇങ്ങനെ ചോദിച്ചാലും അറിയണം. എഡ്ജസ്സാ ചോദിക്കണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി എങ്ങനെയെങ്കിലും ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് n കണ്ടുപിടിക്കുക. ദെൻ n മൈനസ് 1 ഗീവ്സ് ദ നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ എഡ്ജസ് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവരുത്. അങ്ങനെയുള്ള പ്രോബ്ലംസിൽ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർട്ടീസസ്, ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് എഡ്ജസ് യൂസിങ് ദ ഇക്വേഷൻ e ഈക്വൽ ടു n മൈനസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many leaves does a full 3 array tree, that is m is 3 with 100 vertices, n is equal to 100. We have to find L. ഇക്വേഷൻ എന്താണ്? നമ്മൾ തിയറത്തിലുണ്ട്, അത് നിങ്ങൾ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കണം. L കാണാനുള്ള ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് m and n is given as m minus 1 into n plus 1 divided by m. Then substitute 3 minus 1 into 100 plus 1 divided by 3, which will become 67. ഇതാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതേപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. എഡ്ജസ് കാണാനാണെങ്കിലാണ് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാൻ ഒരു ചാൻസ് ഉള്ളൂ. അവിടെ നമ്മൾ കാണേണ്ടത് n ആണ്. n കണ്ടുപിടിച്ചിട്ട് n മൈനസ് 1 യൂസ് ചെയ്തിട്ട് e കണ്ടുപിടിക്കുക. ഇനി കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. സംഭവം ഇത് തന്നെയാണ്, പക്ഷെ നമുക്കത് ഇതാണ് വേർട്ടീസസ്, ഇതാണ് ഇൻറ്റേർണൽ വേർട്ടീസസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം എന്താണ് ഇൻറ്റേർണൽ വേർട്ടീസസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എന്താണ് ലീവ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എന്താണ് വേർട്ടീസസ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് ദാറ്റ് someone starts a chain letter. That is, each person who receives the letter is asked to send it on to 4 other people. That is, നമ്മൾ ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്റ്റാർട്ടിങ് വെർട്ടെക്സ് ഉണ്ട്. നമ്മളൊരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു.
ചെയിൻ ലെറ്റർ ഇപ്പോൾ നമ്മൾ യൂഷ്വലി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാൾ നമുക്ക് എന്തെങ്കിലും അയച്ചു, അത് ആ ഒരു കറസ്പോണ്ടിങ് ലെറ്റർ നമ്മൾ 4 ആൾക്ക് അയച്ചു കൊടുക്കുക. 4 പേഴ്സൺസിന് സെൻഡ് ചെയ്യാനാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ അത് 4 പേർക്ക് അയച്ചു കൊടുത്തു. ഇനി എന്താണ്, കിട്ടിയിട്ടുള്ള ഓരോരുത്തരും അത് 4 പേർക്ക് അയച്ചു കൊടുക്കണം. ഇയാൾ 4 പേർക്ക് അയച്ചു. ഇനി മെസ്സേജ് റിസീവ് ചെയ്ത എല്ലാവരും അത് ലെറ്റർ അഗൈൻ 4 പേഴ്സൺസിന് സെൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതായത് ഈ ലെറ്റർ കിട്ടിയിട്ടുള്ള ആൾ വേറെ ആർക്കും ലെറ്റർ അയക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്തു. അയക്കുന്നവരുണ്ടാവാം, അയക്കാത്തവരുണ്ടാവാം. അപ്പോൾ ഈ ഒരു ഫോമിലാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ചിലവർ അയക്കും, ചിലവർ നമ്മൾ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നില്ല. അപ്പം എന്താണ്, ഒരു വെർട്ടക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുന്ന വെർട്ടക്സിൽ നിന്ന് 4 പേഴ്സൺസിന് ലെറ്റർ സെൻഡ് ചെയ്തു. അതിൽ ചിലവർ എഗെയിൻ 4 പേഴ്സൺസിന് സെൻഡ് ചെയ്യും. അങ്ങനെ ഒരു ചെയിൻ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രീ എന്ത് ട്രീ ആണെന്ന് നമുക്ക് അറിയുന്ന ഒരു ടേംസിൽ ഇതൊരു ഫുൾ 4 array ട്രീ ആയിരിക്കും. അത് ക്ലിയർ ആണല്ലോ. കാരണം എന്താണ്, ഒരേ പേഴ്സണിന് ഒരേ പേഴ്സണിന് 2 പേരിൽ നിന്ന് ലെറ്റർ കിട്ടുന്നില്ല എന്ന് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. ഈച്ച് പേഴ്സൺ അത് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. നോ വൺ റിസീവ്സ് മോർ ദാൻ 1 ലെറ്റർ. അതായത് ഇപ്പോൾ ഇയാൾക്ക് നമുക്ക് കിട്ടുന്നത് ഇയാളിൽ നിന്നാണ് ലെറ്റർ കിട്ടുന്നത്. വേറൊരാളിൽ നിന്ന് എഗെയിൻ ഇതേ പേഴ്സണിൽ ലെറ്റർ കിട്ടുന്നില്ല. അതായത് റിസീവ് ചെയ്യുന്നത് യുണീക്ക് പേഴ്സണിനാണ് ലെറ്റർ റിസീവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ആക്ച്വലി ഒരു ഫുൾ 4 array ട്രീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഓരോ ഇൻറ്റേർണൽ വെർട്ടക്സിനും എക്സാക്ട്ലി 4 ചൈൽഡാണ് എല്ലാ കേസിലും ഉണ്ടാവുക. ലെറ്റർ ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സാക്ട്ലി 4 പേഴ്സൺസിന് ഫോർവേഡ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ആർക്കും ഫോർവേഡ് ചെയ്യുന്നില്ല. വിച്ച് മീൻസ് ഈച്ച് ഇൻറ്റേർണൽ വെർട്ടക്സ് ഹാസ് എക്സാക്ട്ലി 4 ചൈൽഡ്. That is, given situation represents a full 4 array tree. Clear? Then ഇവിടെ എന്താണ് n റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എന്താണ് l റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എന്താണ് i റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. n മീൻസ് വേർട്ടിസസ്. അതായത് ഈ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാണുന്നവരുടെ നമ്പറാണ് ഇവിടെ വെർട്ടീസസിൻ്റെ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഓരോ വെർട്ടെക്സും എന്താണ്, നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുള്ള മെസ്സേജ് കണ്ടിട്ടുണ്ട്. ഫോർവേഡ് ചെയ്തിട്ടുള്ള മെസ്സേജ് അവർക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. മെസ്സേജ് റിസീവ് ചെയ്യുന്നവരുടെ നമ്പർ അല്ലെങ്കിൽ മെസ്സേജ് കാണുന്നവരുടെ നമ്പറാണ് ആക്ച്വലി നമ്പർ ഓഫ് വേർട്ടീസസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ വാട്ട് റെപ്രസെൻറ്റ്സ് എൽ? എൽ റെപ്രസെൻറ്റ്സ്, എൽ ലീവ്സ് ആണ്. ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ലീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെസ്സേജ് എഗെയിൻ 4 പേഴ്സൺസിന് ഫോർവേഡ് ചെയ്യാത്തവരുടെ നമ്പർ അല്ലേ. ഇവിടെ ലീഫ് ആവാനുള്ള കാരണം എന്താണ്, അവർ ബാക്കി വീണ്ടും 4 പേർക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നില്ല. അപ്പോൾ മെസ്സേജ് റിസീവ് ചെയ്തു, പക്ഷെ ഫോർവേഡ് ചെയ്യുന്നില്ല. അതാണ് എൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഐ റെപ്രസെൻറ്റ്സ്? ഐ റെപ്രസെൻറ്റ്സ് ദ പേഴ്സൺസ് ഹൂ ഫോർവേഡ് ദ റിസീവ്ഡ് മെസ്സേജ് ഫോർ അനദർ 4 people. n റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോട്ടൽ മെസ്സേജ് റിസീവ് ചെയ്തവരുടെ നമ്പറാണ്. എൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മെസ്സേജ് റിസീവ് ചെയ്തു പക്ഷേ എഗെയിൻ 4 പേർക്ക് ഫോർവേഡ് ചെയ്യാത്തവരുടെ നമ്പറാണ്. ഐ റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഹൂ ഫോർവേഡഡ് ദ മെസ്സേജ് എഗെയിൻ ഫോർ 4 people. 4 peopleന് എഗെയിൻ മെസ്സേജ് ഫോർവേഡ് ചെയ്തവരുടെ നമ്പറാണ് ഐ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. The chain ends after there have been 100 people who read it but did not send it out. നമ്മൾ ഈ ഒരു ചെയിൻ ലെറ്റർ എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? 100 പേഴ്സൺസ് മെസ്സേജ് റിസീവ് ചെയ്തു, ദെൻ ഫോർവേഡ് ചെയ്യാത്തവരുടെ നമ്പർ 100 ആവുന്ന സിറ്റുവേഷനിൽ ഈ ചെയിന് സ്റ്റോപ്പ് ചെയ്യുന്നു. അതായത് 100 പേഴ്സൺസിന് മെസ്സേജ് റിസീവ് ചെയ്തു പക്ഷേ ഫോർവേഡ് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? എൽ ആണ്, ലീവ്സ് ആണ്. നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ആൻ full 4 array tree, that is m = 4. Then we have to find
അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ടേംസ് m=4 എന്നും L=100 എന്നും കിട്ടി. ദെൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് ഹൗ മെനി പീപ്പിൾ ഹാവ് സീൻ ദ ലെറ്റർ ഇൻക്ലൂഡിങ് ദ ഫസ്റ്റ് പേഴ്സൺ. എത്ര പേഴ്സൺസ് ലെറ്റർ റിസീവ് ചെയ്തു, എത്ര പേഴ്സൺസ് ലെറ്റർ റിസീവ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാണേണ്ടത്? n ആണ് കാണേണ്ടത്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൗ മെനി പീപ്പിൾ സെൻഡ് ഔട്ട് ദ ലെറ്റർ, എത്ര പേര് ലെറ്റർ ഫോർവേഡ് ചെയ്തു, മീൻസ് ഇൻറ്റേർണൽ വേർട്ടീസസിൻ്റെ നമ്പറാണ് വേണ്ടത്. അപ്പോൾ എമ്മും എല്ലും നമുക്ക് തന്നിട്ടുണ്ട്, എന്നും ഐയും കണ്ടുപിടിക്കണം. ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. എമ്മും എല്ലും അറിയാമെങ്കിൽ n കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n=ml-1/m-1 and i=l-1/m-1. m4 ആണെന്നറിയാം, l=100 എന്നറിയാം. ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ n 133 എന്ന് കിട്ടും ആൻഡ് i=33 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ n എന്താണ്, m, l, i ഇതൊന്നും നമുക്ക് എന്താണെന്നൊന്നും അറിയില്ല. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് സിറ്റുവേഷൻ റെപ്രസെൻറ്റ്സ് എ full 4-array tree. Then n represents number of vertices, which gives the number of persons who received the total number of persons who received the message. L represents the number of persons who received but doesn't forward any message, and I represents the number of persons who received and forwarded. ക്ലിയർ ആണല്ലോ? അതുപോലെ നമുക്ക് 100 എന്ന് പറഞ്ഞ നമ്പർ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് ലീവ്സ് ആണ്. റിസീവ് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യാത്തവരുടെ നമ്പർ തന്നിട്ടുമുണ്ട്. ഇനി നെക്സ്റ്റ് another theorem for the upper bound for the number of leaves in an M-array tree. ഒരു M-array ട്രീയിൽ മാക്സിമം എത്ര ലീവ്സ് വരാം എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു തിയറമാണ് മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് ഇൻ ആൻ M-array tree. The theoremത്തിന്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. The theorem states that there are at most m⁻h leaves in an M-array tree of height h. We are given with an M-array tree having height h. Then the theorem states that the number of leaves is maximum m⁻h. ക്ലിയർ ആണോ? സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആണോ? അതായത് നമുക്ക് തന്നിട്ടുള്ളത് ഒരു M-array ട്രീ തന്നിട്ടുണ്ട്, ഹാവിങ് ഹൈറ്റ് എച്ച്. ലെവൽ എന്താണോ ഹൈറ്റ് എന്താണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് ഒരു M-array ട്രീ ആണ്, ഹാവിങ് ഹൈറ്റ് എച്ച്. ദെൻ ദ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ M-array ട്രീ ഹാവ് മാക്സിമം m⁻h ലീവ്സ്, ദാറ്റ് ഈസ് l ലെസ് ദാൻ ഓർ ഈക്വൽ ടു m⁻h. ഇവിടെ നമ്മൾ അഗെയിൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രൂഫ് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കാം, ഇൻഡക്ഷൻ ഓൺ എച്ച് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ തീരം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? മാക്സിമം എച്ച് ആണ് ഹൈറ്റ് എങ്കിൽ മാക്സിമം m⁻h ലീവ്സ് ഉണ്ട്, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. വി അപ്ലൈ ഇൻഡക്ഷൻ ഓൺ ഹൈറ്റ് എച്ച്. ഫസ്റ്റ് ഹൈറ്റ് h=1 എടുത്തു, ഹൈറ്റ് h=1 എന്നെടുത്തു. കയ്യിലുള്ളത് എന്താണ്? M-array ട്രീ ആണ്. നമുക്കറിയാം M-array ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ ഇൻറ്റേർണൽ വേർട്ടക്സിനും മാക്സിമം m ചിൽഡ്രൻ വരാം. m വരാം, അല്ലെങ്കിൽ m-നേക്കാൾ താഴെ നമ്പർ ഓഫ് ചിൽഡ്രൻ മാത്രമേ ഓരോ ഇൻറ്റേർണൽ വേർട്ടക്സിനും എക്സിസ്റ്റ് ചെയ്യുള്ളൂ. m-നേക്കാൾ കൂടുതൽ ചിൽഡ്രൻ വരുന്ന ഒരു വേർട്ടക്സും വരില്ല. h=1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോസിബിൾ ചിൽഡ്രനും ചൈൽഡും ഫസ്റ്റ് ലെവൽ, ഇതല്ലേ ഫസ്റ്റ് ലെവൽ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ലെവലായി. അപ്പം ഇങ്ങനെ വരാവുന്ന മാക്സിമം എത്ര ചിൽഡ്രൻ ഉണ്ട്? m ചിൽഡ്രൻ. കാരണം എന്താണ്? നമ്മുടെ കയ്യിലുള്ളത് M-array ട്രീ ആണ്. മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ, ഓരോ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെയും മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ m ആണ്. അപ്പം ഫസ്റ്റ് h=1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസിബിലിറ്റി ഉള്ളൂ. എഗെയിൻ നമുക്ക് താഴോട്ട് എഡ്ജസ് വരയ്ക്കാൻ പറ്റില്ല. ഇനി ഇതൊരു ഇൻറ്റേർണൽ വെർട്ടെക്സ് ആണ്. ഇവിടുന്ന് മാക്സിമം എത്ര ചൈൽഡ് നമുക്ക് വരയ്ക്കാൻ പറ്റും? m ചൈൽഡ് വരയ്ക്കാൻ പറ്റും. അതായത് സെക്കൻഡ് ലെവലിൽ, അതായത് ഈ m ചൈൽഡും എന്താണ്? ലീഫാണ്. ഈ ഒരു ട്രീയിൽ ഈ m നമ്മൾ വരയ്ക്കുന്ന ഈ m ചൈൽഡും ലീഫാണ്. കാരണം എന്താണ്?
H=1 ആണ് ലെവൽ. സെക്കൻഡ് ലെവലിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഡ്ജസ് വരുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം എന്താണ്, ലീവ്സ് ആണ്. അതായത് മാക്സിമം m ലീവ്സ് വരാം. അതായത് H1 ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് എന്ന് പറയുന്നത് m ആണ്. ദാറ്റ് ഈസ് m⁻1. അപ്പോൾ നമ്മുടെ തിയറം ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. m=1ന് h ആണ് ഹൈറ്റ് എങ്കിൽ m⁻h, 1 ആണ് ഹൈറ്റ് എങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് m⁻1. കാരണം എന്താണ്, ഇതാണ് ഇന്റേണൽ വെർട്ടെക്സ്. ലെവൽ 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള എഡ്ജസ് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എത്ര ചൈൽഡ് വരാം, m ചൈൽഡ് വരാം. കാരണം ഇന്റേണൽ വെർട്ടെക്സിൻ്റെ ഒക്കെ മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ m ആണ്. അപ്പോൾ H=1ന് തിയറം ഹോൾഡ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പറയുന്നത് H-1 വരെയുള്ള ബാക്കി എല്ലാ ഹൈറ്റ്സിനും H-2, H-3, അതായത് H-1ന് H-1നോ താഴെ ഹൈറ്റ് വരുന്ന എല്ലാ ട്രീസിലും ഈ ഒരു തിയറം ഹോൾഡ് ചെയ്യും. അതായത് ഹൈറ്റ് H-1 ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് എന്ന് പറയുന്നത് m⁻h-1 വരും. H-2 ആണെങ്കിൽ h-2 വരും. അതായത് H-1നും താഴെയുള്ള എല്ലാ ഹൈറ്റ്സിനും നമ്മുടെ തിയറം ഹോൾഡ് ചെയ്യും. നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ തിയറം ഈസ് ട്രൂ ഫോർ ഹൈറ്റ് h. നമ്മളിവിടെ ചെയ്യുന്നത് ഹൈറ്റ് h ഉള്ള നമ്മുടെ ട്രീയിൽ നമുക്കറിയാം ഇത് ഫസ്റ്റ് നമ്മുടെ റൂട്ടാണ്. റൂട്ടിൽ നിന്ന് മാക്സിമം m വേർട്ടീസസ് വരാം. കാരണം മാക്സിമം m ചിൽഡ്രൻ ആണ് പോസിബിൾ. മാക്സിമം m വേർട്ടീസസ് വരാം. m വരാം, അല്ലെങ്കിൽ m-നേക്കാൾ താഴെ നമ്പർ ഓഫ് വേർട്ടീസസ് വരാം. ദെൻ നമ്മൾ ഇപ്പോൾ H3 ആണെങ്കിൽ H2 ആണെങ്കിൽ ഇങ്ങനെ വേർട്ടീസസ് പോസിബിൾ ആണ്. H3 ആണെങ്കിൽ ഇങ്ങോട്ട് വേർട്ടീസസ് പോസിബിൾ ആണ്. അങ്ങനെ h എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, റൂട്ട് എടുത്തു, ഇവിടെ നിന്ന് എഡ്ജസ് വരച്ചു. ഇനി താഴോട്ട് എഡ്ജസ് ഉണ്ട് അല്ലേ. h ഹൈറ്റ് ഉള്ള ഒരു ട്രീ ആണെങ്കിൽ ഈ ഒരു വട്ടക്സ് നിന്ന് താഴോട്ടുള്ള സബ് ട്രീയുടെ ഹൈറ്റ് എന്തായിരിക്കും, H-1 ആയിരിക്കും അല്ലേ. ഇത് ഹൈറ്റ് h ആണെങ്കിൽ താഴോട്ടുള്ള ട്രീയുടെ മാക്സിമം ഹൈറ്റ് എന്ത് വരാം, H-1 വരാം. അതല്ലേ പോസിബിൾ ഉള്ളൂ. കാരണം എന്താണ്, മാക്സിമം ഹൈറ്റ് h ആണ്. ഇവിടെ ലെങ്ത് 1 കൺസ്യൂം ചെയ്തു. ദെൻ താഴോട്ട് നമുക്ക് മാക്സിമം h ഹൈറ്റ് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങോട്ടുള്ള ബാക്കി വരയ്ക്കുന്ന സബ് ട്രീയുടെ ഹൈറ്റ് >= H-1 വരും. അതുപോലെ ഇവിടുത്തെ ഓരോ വെർട്ടെക്സിൽ നിന്നും താഴോട്ടുള്ള സബ് ട്രീയുടെ ഹൈറ്റ് H-1 വരും, >= H-1 വരും. കാരണം ഇവിടെ ഹൈറ്റ് ഒരു എഡ്ജ് ഇവിടെ കൺസ്യൂം ചെയ്തു. പിന്നെ മാക്സിമം ഹൈറ്റ് h ആണ്. ബാക്കിയുള്ള ലീവ്സിൻ്റെ ഒക്കെ ഹൈറ്റ് H-1 അതിനേക്കാൾ താഴെ വരും. ദെൻ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പറയുന്നത് എന്താണ്, H-1 ഹൈറ്റ് വരുന്ന അല്ലെങ്കിൽ അതിന് താഴെ ഹൈറ്റ് വരുന്ന എല്ലാ ട്രീസിലും മാക്സിമം m⁻h-1 ലീവ്സ് വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഇതൊക്കെ എന്താണ്, H-1 അതിന് താഴെയോ നമ്പർ ലീവ്സ് വരുന്ന ഹൈറ്റ് വരുന്ന സബ് ട്രീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എല്ലാ ട്രീസിലും ആയിട്ട് മാക്സിമം എത്ര ലീവ്സ് വരാം, അതാണ് ക്വസ്റ്റ്യൻ. ഇതുപോലെ നമ്മൾ ട്രീ വരച്ചു. ട്രീനെ h ഹൈറ്റുള്ള ട്രീനെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തു. ഫസ്റ്റ് എഡ്ജ് വരച്ചു. ദെൻ ഇവിടെ ഓരോ സബ് ട്രീസും എന്തായിരിക്കും, H-1 അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയോ ഹൈറ്റുള്ള സബ് ട്രീസ് ആയിരിക്കും. അപ്പം ഈ ഒരു മൊത്തം ഇപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്ന ടോട്ടൽ സബ് ട്രീയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, m⁻h-1 വരും. അതായത് ഇത് H-1 അല്ലെങ്കിൽ അതിന് താഴെ ഹൈറ്റ് ഉള്ള ഒരു സബ് ട്രീ ആണ്. ദെൻ ദിസ് സബ് ട്രീ കൺസിസ്റ്റ് ഓഫ് മാക്സിമം m⁻h-1 ലീവ്സ്. ദിസ് ഈസ് എ സബ് ട്രീ ഹാവിംഗ് ഹൈറ്റ് H-1 or less. Here also L is equal to m⁻h-1. അങ്ങനെ മാക്സിമം എത്ര സബ് ട്രീസ് വരാം, m സബ് ട്രീസ് വരാം. കാരണം എന്താണ്, m അറേ ട്രീ ആണ്. അപ്പോൾ മാക്സിമം ഇങ്ങനെ എത്ര സബ് ട്രീസ് വരാൻ പറ്റും, m അല്ലെങ്കിൽ താഴെയോ. അപ്പോൾ ഓരോ സബ് ട്രീസിലും മാക്സിമം m⁻h-1 ലീവ്സ് ആണ് അല്ലേ. ഓരോ സബ് ട്രീയിലും മാക്സിമം m⁻h-1 ലീവ്സ് ആണ്. അങ്ങനെ എത്ര സബ് ട്രീസ് ഉണ്ട്, m സബ് ട്രീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ട്രീക്കകത്ത് എത്ര ലീവ്സ് വരും, മാക്സിമം m⁻h. അതായത് നമ്മൾ ഇതുപോലെ ഒരു h ലെവലിലുള്ള ഹൈറ്റുള്ള ട്രീനെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തു.
ഇതിൽ ഓരോ സബ് ട്രീയും H-1 അതിന് താഴെയോ ഹൈറ്റ് ഉള്ളതാണ്. ഓരോ സബ് ട്രീക്കും മാക്സിമം m⁻⁻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 ⁻
വരിക. അപ്പോൾ എം സബ് ട്രീസിലും കൂടി ആയിട്ട് മാക്സിമം എത്ര ലീവ്സ് വരാം? m into m raised to h minus 1 that is equal to m raised to h. That is the theorem holds for h also. By mathematical induction we can say that the theorem holds for all h. Next ഒരു ചെറിയ തിയറം ഉണ്ട്, അത് പറഞ്ഞിട്ട് ഒരു കൊറോളറി പറയാം. തിയറത്തിൽ നോക്കാം. Show that a full MRA balanced tree of height h has more than m raised to h minus 1 leaves. നമ്മളോട് ഫുൾ MRA ട്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലസ് ബാലൻസ്ഡ് ആണ്, ഹാവിങ് ഹൈറ്റ് h. Then the number of leaves is at least m raised to h minus 1. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. We are given with a full MRA tree which is balanced and having height h. Then we have to prove that the there exists at least m raised to h minus 1 leaves. Number of leaves m raised to h minus 1 അതിനേക്കാൾ ഗ്രേറ്ററോ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാം. ഫുൾ MRA ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ ഇൻറ്റേർണൽ വെർട്ടെക്സിനും എക്സാക്ട്ലി m ചിൽഡ്രൻ ഉണ്ടായിരിക്കും. ബാലൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ ലീവ്സും h ഹൈറ്റ് ആണെങ്കിൽ എല്ലാ ലീവ്സും h ലെവലിലോ അല്ലെങ്കിൽ h മൈനസ് 1 ലെവലിലോ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കാം, നമുക്ക് എല്ലാ വേർട്ടീസസിനും എല്ലാ ഇൻറ്റേർണൽ വേർട്ടീസസിനും എക്സാക്ട്ലി m ചിൽഡ്രൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സിമം നമുക്ക് m റേസ് ടു, അതായത് h മൈനസ് 1 ലെവലിൽ m റേസ് ടു h മൈനസ് 1 ലീവ്സ് വരും അല്ലേ? ഫുൾ MRA ട്രീ ആണ്, ബാലൻസ്ഡ് ആണ്. അപ്പോൾ ലീവ്സ് എല്ലാം ഒന്നില്ലെങ്കിൽ h ലെവലിലോ അല്ലെങ്കിൽ h മൈനസ് 1 ലെവലിലോ ആണ് വരിക. ഇപ്പോൾ നമ്മൾ നോക്കുക, 2 array ട്രീ ആണെന്ന് വിചാരിക്കുക, ഹാവിങ് ഹൈറ്റ് 4. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരച്ചു, ഇത് ഫസ്റ്റ് ലെവല്, ഇത് സെക്കൻഡ് ലെവല്. ഇനി നമുക്ക് ലീവ്സ് വരാവുന്നത് 3rd ലെവലിലോ 4th ലെവലിലോ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇവിടെ ഇങ്ങനെ ഒരു എഡ്ജ് ഇല്ലെങ്കിൽ, സപ്പോസ് നമ്മൾ ഇതുപോലെ വരച്ചു, ഇനി ഇവിടെ നിന്ന് ഒരു ലീഫ് മാത്രമേ ഉള്ളെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ ഒരു ലീഫ് വരച്ചു, ഇനി ഇവിടെ നിന്ന് ബാക്കിയുള്ള ലീവ്സ് വരച്ചു, ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഒരു ലീഫും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരു ചൈൽഡും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ലീഫാണ് അറ്റ് ലെവൽ 2. അത് പോസിബിൾ ആണോ? അല്ല, ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്നും എന്തായാലും എന്ത് വേണം? 2 ചൈൽഡ് വേണം. അതായത് h മൈനസ് 2 വരെയുള്ള ലെവൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഇനി h മൈനസ് 1 എന്നുള്ള ലെവൽ നോക്കാം. h മൈനസ് 1 എന്നുള്ള ലെവലിനകത്ത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ബൈനറി ട്രീസ് പറഞ്ഞിരുന്നു. ഫസ്റ്റ് ലെവലിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവാനുള്ള കണ്ടീഷൻസ്, 0 ലെവലിൽ m റേസ് ടു 0, ഫസ്റ്റ് ലെവലിൽ മാക്സിമം നമ്പർ ഓഫ് വെർട്ടീസസ് m റേസ് ടു 1, സെക്കൻഡ് ലെവലിൽ m², അങ്ങനെ h മൈനസ് 1 ലെവലാണെങ്കിൽ m റേസ് ടു h മാക്സിമം കണ്ടീഷനാണ്. h ലെവലിൽ m റേസ് ടു h, മാക്സിമം m റേസ് ടു h വെർട്ടീസസ്. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണ് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ h മൈനസ് 1th ലെവൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് h മൈനസ് 1 എന്നുള്ള ലെവലിനകത്ത് m റേസ് ടു h മൈനസ് 1 ലീവ്സ് വരും. ദെൻ ഹൈറ്റ് h ആണ്. അപ്പോൾ h ഹൈറ്റിൽ, അതായത് ലെവൽ hൽ അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജെങ്കിലും ഒരു വെർട്ടെക്സ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ m റേസ് ടു h മൈനസ് 1 ലെവലിലെ മാത്രം വെർട്ടീസസ് ആണ്. അവിടെ ഫിനിഷ് ആവാൻ പറ്റില്ല. കാരണം എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ട്രീയുടെ ഹൈറ്റ് h ആണ്. അപ്പം ലെവൽ hൽ ഒരു വെർട്ടെക്സ് എങ്കിലും ഒരു എഡ്ജെങ്കിലും ഒരു വെർട്ടെക്സ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ലീവ്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ m റേസ് ടു h മൈനസ് 1. h മൈനസ് 1 ലെവൽ എടുക്കുമ്പോൾ തന്നെ m റേസ് ടു h മൈനസ് 1 വരും.
പ്ലസ് എച്ച് ലെവലിൽ 1 വരാം, അല്ലെങ്കിൽ മോർ ദാൻ 1 ലീവ്സ് വരാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് എന്ത് വരും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m raised to h-1 വരും. ദാറ്റ് ഈസ് എ ഫുൾ MRA ബാലൻസ്ഡ് ട്രീ ഹാവിംഗ് 8 ഹൈറ്റ് h have at least m raised to h-1 leaves. ഫുൾ MRA ട്രീ ആണ്, ബാലൻസ്ഡ് ആണ്, ഹൈറ്റ് h ആണെങ്കിൽ the tree have at least m raised to h-1 leaves. നെക്സ്റ്റ് നമുക്കൊരു കൊറോളറി ആണ്. if an MRA tree of height h has leaves L, then h greater than or equal to smallest integer greater than or equal to log ml. If the MRA tree is full and balanced, then h is equal to, this represents smallest integer greater than or is equal to x. Smallest integer greater than or equal to x. ഇപ്പോൾ തിയറം നോക്കാം, പ്രൂഫ് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു MRA ട്രീ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ, h ഹൈറ്റ് ഉള്ള ഒരു MRA ട്രീ ആണെങ്കിൽ മാക്സിമം പോസിബിലിറ്റി നമ്മളിപ്പോൾ പറഞ്ഞു. മാക്സിമം എത്ര ലീവ്സ് വരാം? m raised to h ലീവ്സ് വരാം. മാക്സിമം കണ്ടീഷൻ എപ്പോഴും കംപ്ലീറ്റ് ഫുൾ MRA ട്രീക്ക് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു h ലെവലാണെങ്കിൽ m raised to h ലീവ്സ് മാക്സിമം വരാം. മാക്സിമം ഇത്ര ലീവ്സേ h ലെവലിൽ പോസിബിൾ ആയിട്ടുള്ളൂ. ഒരു MRA ട്രീ ആണെങ്കിൽ മാക്സിമം, ഫുൾ MRA ട്രീ ആണെങ്കിൽ മാക്സിമം പോസിബിലിറ്റി എന്ന് പറയുന്നത് m raised to h ലീവ്സ് ആണ് അറ്റ് ലെവൽ h. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ലീവ്സ് ഈ ഒരു കേസിൽ നമുക്ക് തന്നിട്ടുള്ളത് MRA ട്രീ ആണ്. മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് എപ്പോഴും m raised to h ആയിരിക്കും. ദിസ് മാക്സിമം കണ്ടീഷൻ occurs for complete full MRA trees. Then we apply logarithm on both sides to the base m base ഉള്ള ലോഗരിതം ആണ് അപ്ലൈ ചെയ്യുന്നത്. we are already have m raised to h. we apply log to the base m on both sides. log m to the base m raised to h, then log ml also by property of logarithm. this power l log m എന്ന് എഴുതാലോ. we know that log a raised to b is equal to b log a, same property. log to the base m raised to h is equal to h into log m to the base m. then നമ്മൾ ഓൾറെഡി ചെയ്യുന്ന നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ലോഗ് ഇ ഈസ് ഈക്വൽ ടു 1. ലോഗ് ഇ ടു ദ ബേസ് ഇ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞതുപോലെ ലോഗ് എം ടു ദ ബേസ് എം ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഹിയർ ടേം ലോഗ് എം ടു ദ ബേസ് എം ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലോഗ് എം ടു ദ ബേസ് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് വന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം റേസ് ടു എച്ചിന് ലോഗരിതം ടു ദ ബേസ് എം അപ്ലൈ ചെയ്തു. ദെൻ ബൈ പ്രോപ്പർട്ടീസ് ഓഫ് ലോഗരിതംസ് വി ഒബ്റ്റെയിൻ ദ ഇക്വേഷൻ ലോഗ് എം ടു ദ ബേസ് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച്. ദെൻ എച്ച് എപ്പോഴും എന്താണ്? ഒരു ഇൻറ്റീജറേ വരുള്ളൂ. ഇൻറ്റീജർ ഹോൾ നമ്പർ 0, 1, 2, 3 ഇതൊക്കെയാണ്, ഹൈറ്റാണ്. 0 ഒരു വെർട്ടിസസ് ഇല്ലാത്ത, ഒരു എഡ്ജസും ഇല്ലാത്തതിനാണ് ഹൈറ്റ് 0 വരുള്ളൂ. 0, 1, 2, 3 എന്നുള്ള നമ്പേഴ്സേ എച്ചിന് വരാൻ പറ്റുള്ളൂ, ഹോൾ നമ്പേഴ്സേ വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്താ, അതായത് ഇപ്പോൾ ഇവിടെ 2.3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എച്ചിൻ്റെ വാല്യൂ എന്താ എടുക്കുക? എച്ച് ഈസ് ഈക്വൽ ടു 3 അല്ലേ? അതായത് 2.3നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ഏതാണോ, 2.3നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഇൻറ്റിജർ വാല്യൂ ഏതാണോ ആ വാല്യൂ എടുക്കും. 4.4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? എച്ച് ഈസ് ഈക്വൽ ടു 5 എന്നെടുക്കും. എന്ന് പറഞ്ഞതുപോലെ ലോഗ് ടു ദ ബേസ് എം എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് മീൻസ് എച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു log m to the base l. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. നൗ നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ്, ഇപ്പോൾ ഇത് ഒരു MRA ട്രീയുടെ കേസിലാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. MRA ട്രീ ആണ്, എച്ച് ഹൈറ്റ് ആണ്, എൽ ലീവ്സ് ആണെങ്കിലാണ് ഈ ഒരു ഇക്വേഷൻ പ്രൂവ് ചെയ്തത്. ഇനി അഡീഷണൽ നമ്മുടെ MRA ട്രീ ഫുൾ MRA ട്രീ ആണ്, ബാലൻസ്ഡ് ആണെന്നും തന്നിട്ടുണ്ട്. ഫുൾ MRA ട്രീ ആണ്, ബാലൻസ്ഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഏതൊരു MRA ട്രീക്കും ഹോൾഡ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്
L less than or equal to m raised to h. Then full and balanced M array treesന് നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഇറ്റ് ഹാസ് അറ്റ് ലീസ്റ്റ് m raised to h minus 1 ലീവ്സ്. ഇതിപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത തിയറമാണ്. അങ്ങനെയാണെങ്കിൽ L raised greater than or equal to m raised to h minus 1. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക. ദാറ്റ് ഈസ് m raised to h minus 1 less than or equal to L less than or equal to m raised to h. Again എന്ത് ചെയ്യുക? ഇനീക്വാലിറ്റി ത്രൂ ഔട്ട് log to the base m അപ്ലൈ ചെയ്യുക. ദെൻ ലോഗരിതം ടു ദ ബേസ് m raised to h minus 1 less than or equal to log to the base m L less than or equal to log to the base m raised to h. Again by property of powers. First term becomes h minus 1 log to the base m to the base m less than or equal to log to the base m L less than or equal to next okay ഇവിടെ log m to the base m raised to h becomes h log to the base m. ഓൾറെഡി നമ്മൾ പറഞ്ഞു log m to the base m 1 ആണ്. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെയും 1 വരും. ദെൻ അവർ ഇക്വേഷൻ ബിക്കംസ് h minus 1 less than or equal to log L to the base m less than or equal to h. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? h is equal to smallest integer greater than or equal to log L to the base m. ബിക്കോസ് ഇപ്പോൾ ഇവിടെ അതായത് നമുക്ക് 2.3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് m ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ 3.3 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ ആക്ച്വലി എന്ത് വരും? എച്ച് ആക്ച്വലി എന്താണ്? ഒരു ഇൻറ്റീജർ ഹോൾ നമ്പർ ആണ്. എച്ച് ഹോൾ നമ്പർ ആണെങ്കിൽ h minus 1 2.3 ആൻഡ് h ഈസ് 3.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ തിരിച്ച് അതായത് നമുക്ക് കിട്ടിയത് h minus 1 less than or equal to log L to the base m less than or equal to h. സപ്പോസ് log to the base 2.3 ആണെന്ന് വിചാരിക്കുക. h minus 1 less than or equal to h. ദെൻ എച്ചിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ? അതായത് ഈ 2.3നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ആയിരിക്കും h വരിക. അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. h ഈസ് ഈക്വൽ ടു സ്മോളസ്റ്റ് ഇൻറ്റീജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു log m to the base L. അതായത് ഇതാണ് log m to the base L to the base m. ഇതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റീജർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഡെഫിനിഷൻസ് ക്ലിയർ ആക്കുക. അതായത് എം ആർ എ ട്രീ, ബാലൻസ്ഡ് എം ആർ എ ട്രീ, ഫുൾ എം ആർ എ ട്രീ, കംപ്ലീറ്റ് എം ആർ എ ട്രീ, എന്താണ് ഹൈറ്റ് ലെവൽ, ഇതൊക്കെ മനസ്സിലാക്കിയാലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള തിയറംസ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അത് വായിച്ചു നോക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പുതിയ ഒരു കാര്യമാണ് സ്പാനിങ് ട്രീ, അതുപോലെ മിനിമം സ്പാനിങ് ട്രീ. ഈ രണ്ട് ടേംസ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പാനിങ് ട്രീ ആൻഡ് മിനിമം സ്പാനിങ് ട്രീ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.